ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ രേവതിയെ പറ്റിയാണ് പറയുന്നത്. രേവതി കാലചക്രത്തിൻ്റെ 27ാമത്തെ നക്ഷത്രമാണ് രേവതി. ഇത് ബുധൻ്റെ നക്ഷത്രമാണ്. ബുധൻ എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് അല്ല ഞരമ്പ് മണ്ഡലം, അതിലോട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ ഇവരുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ മീനാണ്. മീനമെന്നാണ്. മീനമെന്ന് പറഞ്ഞാൽ മീനുമായിട്ട് ബന്ധപ്പെട്ട് അല്ല തിമിംഗലം. അപ്പം മത്സ്യകൃഷി അല്ലെന്നൊരു അങ്ങനെ മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട മീൻ പിടിക്കാനും മീനുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാത്തിനും പൊതുവെ ഒരു നല്ലൊരു സ്റ്റാറാണ്. ഇത് ദ സ്റ്റാർ ഓഫ് വെൽത്ത് ആൻഡ് പ്രോസ്പെറിറ്റി എന്നറിയുന്നത്. ദ സ്റ്റാർ ഓഫ് വെൽത്ത് ആൻഡ് പ്രോസ്പെറിറ്റി. ഇവർ സമ്പൽ സമൃദ്ധിയുടെ നക്ഷത്രമാണ്. അതേമാതിരി ആഡംബരത്തിൻ്റെ നക്ഷത്രമാണ്. റോയലായിട്ട് ജീവിക്കണമെന്നുള്ള ഒരു താല്പര്യമുള്ള ഒരു ഇതാണ്. പിന്നെ ഇവർക്കൊരു ദുർബുദ്ധിയും പിടിവാശിയും കൊണ്ട് ആൾക്കാരെ പിണക്കാനും എടുക്കാനും ഉള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർ കുറച്ച് ഒരു സുഖിമാന്മാരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷെ ഹാർഡ് വർക്കിംഗ് ആണ്. ഇവരുടെ അതേമാതിരി പെറ്റ്സിനോട്, മൃഗങ്ങളോട്, ചെറിയ പൂച്ച, പട്ടി അങ്ങനെയുള്ളവരുടെ താല്പര്യം, കൃഷിയോട് താല്പര്യം, ചെടി വളർത്താൻ താല്പര്യമാണ്. ഇതേമാതിരി കണ്ണുനീരിൻ്റെ നക്ഷത്രം എന്നാണ്. കണ്ണുനീരെന്ന് പറഞ്ഞാൽ ഇവരുടെ വളരെ ഇമോഷനാണ്. അതേമാതിരി വളരെ റിസ്ക് എടുക്കുന്ന ഒരു സ്വഭാവം കണ്ടുവരാറുണ്ട്. റൊമാൻറ്റിക് ആയിട്ടുള്ള നേച്ചറാണ്. പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ ലൈഫിൽ വലിയ വീഴ്ച വരാനുള്ള ഒന്നി ഫൈനാൻഷ്യലും അല്ലെന്നൊരു റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പും ഫൈനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ജീവിതത്തിൽ വലിയ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ്. പിന്നെ ഇത് നമ്മൾക്ക് പലർക്കും ചിലപ്പോൾ ഒരു പിടി കിട്ടാത്ത ഉള്ളൊരു സ്വഭാവം. പിന്നെ ഒരു കള്ളം പറയുന്ന സ്വഭാവം. ചില കാര്യങ്ങൾ ഇങ്ങനെ ഒളിച്ചു വെച്ചിട്ട് നമ്മൾ വിശ്വസിപ്പിച്ചിട്ട് കള്ളം പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ഇതിപ്പോൾ ഏകദേശം നമ്മൾ ജനറൽ ഒരു ക്യാരക്ടർ പറഞ്ഞു. അപ്പം അതിനെ ഡീറ്റെയിൽഡായിട്ട് പോകുമ്പോൾ അതിനകത്ത് ഓരോ നാളും ജനിക്കുന്ന അവർ 4 പാദങ്ങളുണ്ട്. 4 പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ 346, അതായത് നമ്മുടെ കാലചക്രത്തിലെ 360 ഡിഗ്രി, 0 മുതൽ 360 ഡിഗ്രി വരെ. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കാലചക്രത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നാളാണ് രേവതി. അതായത് 346 മുതൽ 350 ഡിഗ്രി മുതൽ 360 വരെ ഉള്ള ഡിഗ്രിയാണ് ഈ രേവതി നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ പാദത്തിനകത്ത് അത് 4 പാദങ്ങളാണ്. 4 പാദത്തിലും ആൾക്കാരുടെ സ്വഭാവം വളരെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പം പാദം പറയുന്നതിന് മുമ്പ് ഏകദേശം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അത് മേടൻ രാശിയിലാണ് കാലചക്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാം പാദം എന്ന് കണക്കാക്കുന്നത്. അങ്ങനെ ഇത് 1, 2, 3 റൈറ്റോട്ട് എണ്ണിട്ട് 12 കള്ളി, അതായത് 12 മാസമായിട്ട് നമ്മൾ കണക്കാക്കുക. ഈ 12 കള്ളിയെ വെച്ചിട്ടാണ് നമ്മൾ ആൾക്കാരെ അനലൈസ് ചെയ്യുന്നത്. അതിൽ നിന്ന് ഓരോ ഗ്രഹങ്ങൾ വരുന്നതും ഓരോ ഗ്രഹങ്ങളും പിന്നെ നമ്മുടെ ജന്മരാശി, പിന്നെ ലഗ്നം എന്ന് പറയുന്നത് നമ്മളത് അതത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പറഞ്ഞുതരാം, ഓടിച്ച് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവുമല്ലോ. ലഗ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് ഈ ഭൂമിയിലോട്ടൊരു റേഡിയേഷൻ വരും ചന്ദ്രനിൽ നിന്ന്. അപ്പം അത് ചന്ദ്രനിൽ നിന്ന്, അതായത് അമ്മയെന്ന് പറഞ്ഞാൽ എപ്പോഴും ചന്ദ്രനാണ്. സൂര്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ സൂചിപ്പിക്കുന്നു. പിന്നെ ലഗ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബർത്ത്, നമ്മുടെ ആത്മാവ്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മളുമായിട്ടുള്ള. അപ്പോൾ ഇത് 3 റിലേറ്റഡ്. ഇതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു രേവതി നക്ഷത്രത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ സൂര്യനും ചന്ദ്രനും ഒരു ഡിഷാൻറ്റിയുടെ മാതിരി വർക്ക് ചെയ്യുന്നു. ഇത് റേഡിയേഷൻ ഭൂമിയിലോട്ട് അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ റേഡിയേഷൻ വന്ന് ഈ സ്റ്റാർ വന്ന് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള നമ്മുടെ പ്രാണവായു എടുത്ത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ബ്രീത്തിങ്, അതായത് അതിനകത്ത് ഏറ്റവും ഒരു 2-3 മിനിറ്റിനിടയ്ക്ക് ആൾക്കാരുടെ സ്വഭാവം മാറി വരുന്നതായിട്ടാണ് പൊതുവെ കാണുന്നത്. അപ്പം ഇത് പിന്നെ സബ് ഡിവിഷനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഈ 12 കള്ളിയെ ഓരോ കള്ളിയെ 40 പിന്നെയും ഡിവൈഡ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ വേറെ സബ്ജക്റ്റ്, അത് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പം ഇനിയിപ്പോൾ ബേസിക് ആയിട്ടുള്ളവരുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ചുകൂടെ പാദം വെച്ചിട്ട് ബാക്കി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് മാച്ച് ഉണ്ടാകുന്നത് കാണും. അറ്റ്ലീസ്റ്റ് ഞാൻ പറയാറ് ഒരു 70% പല ആൾക്കാരുടെയും ജീവിതത്തിൽ കണക്റ്റഡ് ആയിരിക്കും. ആണെന്ന് വരി ഒന്ന് കമൻറ്റ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. കാരണം നമുക്കത് കൂടുതലായിട്ട് അതിനെപ്പറ്റി അനലൈസ് ചെയ്യാനും പഠിക്കാനും അല്ലെ കൂടുതൽ അതിനെപ്പറ്റി വീഡിയോയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റും. അപ്പം പാദം 1 എന്ന് പറഞ്ഞാൽ 346 മുതൽ 350 ഡിഗ്രി വരെയാണ്. ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഉത്സാഹം, വളരെ ഉത്സാഹികളായിരിക്കും. ഇവരെ ഈ രാശിയിൽ ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. നവാംശം ധനു. പിന്നെ അടുത്ത പാദം 2 350 മുതൽ 353 ഡിഗ്രി വരെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഗ്രഹം ശനിയാണ്. നവാംശം മകരം. ഇവരുടെ സ്വഭാവം പ്രായോഗികത. പിന്നെ
പാദം 3 എന്ന് പറഞ്ഞാൽ 353 മുതൽ 356 ഡിഗ്രി വരെയാണ് നിൽക്കുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ചന്ദ്രനാണ്. നവാംശം കുംഭം. പിന്നെ ഇവരുടെ സ്വഭാവം പരോപകാരം ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ടാണ് ഇതറിയപ്പെടുന്നത്. പിന്നെ അടുത്ത 356 മുതൽ 360 വരെ മീനൻ രാശിയിൽപ്പെട്ട ഇത് ഭരിക്കുന്ന ഗ്രഹം വ്യാഴമാണ്. ഗുരു എന്ന് പറഞ്ഞാൽ ഇത് കുട്ടികളെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ അത് ഡീറ്റെയിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. നമുക്ക് ഓരോരുത്തരുടെ ഗണിക്കോ കാര്യങ്ങളോ ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ പറയാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ഓരോ ഗ്രഹത്തിനും ഓരോ സ്വഭാവമുണ്ട്. അതനുസരിച്ച് ഇപ്പം തന്നെ ആദ്യം പറഞ്ഞു ബുധന്റെ കാര്യം പറഞ്ഞു. ബുധൻ എന്നാണ് അറിവിന്റെ ഞരമ്പ് കൊണ്ട് അങ്ങ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ചന്ദ്രനാണ് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളാണ്. പിന്നെ നല്ല നിലയിൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോന്നിനെ പറ്റി പറയാനുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ പല ജ്യോത്സ്യന്മാരും ജീവിക്കാൻ വേണ്ടി ജ്യോത്സ്യം പറയുന്ന ആൾക്കാരുണ്ട്. ജീവിക്കാൻ എന്നിട്ടല്ലെന്നൊരു അത് ചെയ്തിട്ട് ഞാൻ ആ കർമ്മം ചെയ്തിട്ട് നിങ്ങളുടെ ജാതകം മാറ്റിത്തരാം. അത് ശരിയുമല്ല, ഇമ്പോസിബിളാണ്. കാരണം നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മം നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മൾ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാൻ പറ്റും. ഇതൊരു പ്രകൃതിയുടെ നിയമം. പ്രകൃതിയിൽ തന്നെ നമ്മൾ ഓരോരു ജനിക്കുമ്പോഴും നമുക്ക് ഒരുപാട് കഴിവുകളും ഒത്തിരി പോസിറ്റിവിറ്റിയും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ചിലത് നമ്മുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില രാശികൾ സപ്പോസ് ഗുളിക നിൽക്കുക എന്ന് പറയും. അപ്പം അങ്ങനെയുള്ളതിൻ്റെ അഫക്റ്റ് അല്ലെങ്കിൽ രാഹു കേതു മരണത്തെ കൺട്രോൾ ചെയ്യുന്നതാണ് രാഹുവും കേതു. പിന്നെ ഈ പറഞ്ഞ ഗുളികല്ല മാന്തി എന്ന് പറയും. മാന്തിയുടെ ദോഷം എന്നാണ് മാന്തി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആക്സിഡന്റ്, ഡെത്ത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഓരോ ഇപ്പൊ പറഞ്ഞ കാലഘട്ടത്തിൽ 1-ാം ഭാഗം 2-ാം ഭാഗം 3 അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ ആൾക്കാരെ നമുക്ക് അപഗ്രഥിക്കാൻ പറ്റും. നമ്മുടെ അച്ഛൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കുട്ടികളെ എന്ത് പഠിപ്പിക്കണം ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ അടുത്ത നിങ്ങളുടെ മൂത്ത കുട്ടി, ഇളയ കുട്ടി, അവരൊക്കെ എന്ത് വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിരിക്കും. ആ രീതി അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നേരത്തെ തന്നെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് നല്ല ഒരു ഗ്രോത്ത് കൊണ്ടുവരും. പിന്നെ ഇവരുടെ ഫ്യൂച്ചർ ചില ആൾക്കാർ കുട്ടികളെ നമ്മളെ വളർത്തിക്കഴിഞ്ഞാൽ അവരെ നമ്മളെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാത്ത ഒരു ഇതാണ്. ഇതിങ്ങനെ ഏറ്റവും കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ഈ ജ്യോതിഷാലെ അസ്ട്രോളജി എന്ന് പറയുന്നത് ഒറിജിനലായിട്ടുള്ള. അല്ലാതെ ഇവിടെ കുറച്ച് ഉടായ്പ കാണിച്ച് ജീവിക്കാൻ വേണ്ടി അന്നത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഈ തൊഴിലാക്കിയ ആൾക്കാരുണ്ട്. അപ്പം എന്നെ ആ ഒരു കാറ്റഗറി പെടുത്തണ്ട. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഞാനൊരു മൾട്ടി ടാലന്റഡാണ്. പിന്നെ ഞാൻ ഈ ഒരു സബ്ജക്റ്റുമായിട്ട് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. കാരണം എനിക്ക് കൊച്ചിലെ മുതലുള്ള ഒരു വാസനയത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിൽ പിന്നെ ഇങ്ങനെയൊക്കെ യൂട്യൂബ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്തൊക്കെ ഒരു നല്ല സബ്ജക്റ്റൊക്കെ ഇതുമായിട്ട് എനിക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഈ ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡാണല്ലോ. കാരണം കൊച്ചിലെ മുതൽ മായ്ക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് മായ്ക്ക് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ഹിപ്നോട്ടിസം, മെസ്മറിസം, അങ്ങനെ ഒരുപാട് പാമിസ്ട്രി, ന്യൂമറോളജി, ഫേസ് റീഡിങ്. അപ്പം ഇങ്ങനെയുള്ള കലകളോടാണ് എനിക്ക് വളരെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, അതിനകത്ത് ഇപ്പം മാന്തിയുടെ കാര്യം പറഞ്ഞു. മാന്തി പോലും 10 തന്നെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അത് നിങ്ങളിപ്പോൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെയാണ് കണ്ടുപിടിച്ചേക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഓരോ ഭാഗം. എൻ്റെ കാരണം ഇവൻ ഡേറ്റ് ഓഫ് ബർത്ത് പോലും ഞാൻ ഇന്നുവരെ ബർത്ത്ഡേ പോലും ആഘോഷിച്ചിട്ടില്ല. ഡേറ്റ് ഓഫ് ബർത്ത് പോലും അറിയില്ലായിരുന്നു. പക്ഷെ എന്നാൽ ഞാൻ പലതും അനലൈസ് ചെയ്തപ്പോൾ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ നാൾ വഴികളും ഞാൻ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരുന്നു. ഒരു 90% മാച്ച് ആകുമെന്ന് പറഞ്ഞാൽ ഈസ് ഇമ്പോസിബിൾ. ഇവിടെ എത്ര ജ്യോതിഷന്മാർക്ക് ഇങ്ങനെ പറയാൻ പറ്റും, വിരളയിൽ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഒരു സയൻസ് ഉണ്ട്. ഈ സയൻസിന്റെ പിന്നിൽ ഒരു ഫാക്റ്റ് ഉണ്ട്. അത് ഇവിടുത്തെ വർഷങ്ങളായിട്ട് തപസ്യ കൊണ്ട് ഒരുപാട് ഋഷിമാരും ഒക്കെ കണ്ടുപിടിച്ച സംഭവമാണ്. നൂറ്റാണ്ടുകൾ ഇപ്പം ഈ 5000-ൽ കൂടുതൽ വർഷമുള്ള ഒരു ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു കാരണം ഒരു സമ്പത്തുണ്ട് ഇന്ത്യക്ക്. അത് തെറ്റാണെന്ന് ആരും വിചാരിക്കല്ല, പറയുകയല്ല. അത് നിങ്ങളുടെ മൗഢ്യതയാണ്. കാരണം ഒരു സയൻസിനെ പഠിച്ചിട്ട് വേണം കാര്യങ്ങൾ തെറ്റാണോ അല്ലയോ എന്നുള്ള പറയാൻ. അതുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യാതെ ഒരു കാര്യം ഒന്നിനെ പറ്റിയും പറയുന്നത് ശരിയല്ല. അപ്പം അത് ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചുള്ളൂ. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഇനിയിപ്പോൾ ഇവരുടെ ഒക്കെ പാദം, ഇവരുടെ രേവതി നക്ഷത്രത്തിന്റെ കാൽപാദവുമായിട്ട് ബന്ധപ്പെട്ട കാലിന്റെ പാദത്തിലെ കാലിന്റെ അവിടെ അസുഖങ്ങൾ, പിന്നെ കണങ്കാല് മുതൽ പാദം വരെയുള്ളതാണ്.
അതേമാതിരി ഇവർ ഞാൻ ആദ്യം പറഞ്ഞു ഞരമ്പും ഇവരുടെ ബെർത്ത് പറഞ്ഞു ബുധനെന്ന് പറഞ്ഞു. അപ്പം ഞരമ്പുമായിട്ടും വയറുമായിട്ടും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവർക്ക് പൊതുവെ കാണാനുണ്ട്. പിന്നെ ഇവരുടെ ഒരു വർക്കിംഗ് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ വാസ്തുശില്പം, അതായത് ജോലി ചെയ്യാൻ നല്ല സെലക്ട് ചെയ്യാനുള്ള ഒരു ഫീൽഡ് നല്ലതെന്ന് പുരാവസ്തു അല്ല ഇങ്ങനെയുള്ളതൊക്കെ മീൻസ് ആൾക്കാർ ജോലി ചെയ്യുന്നതും ഇതുവരെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും അവർ സക്സസ്ഫുൾ ആയതും കൂടെ നോക്കിയിട്ടെടുത്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നതും. പിന്നെ സയന്റിസ്റ്റ്, ഗവേഷണം, നഗരനിർമ്മാണം, പിന്നെ വാച്ച് ഉണ്ടാക്കുന്ന വാച്ച് മേക്കിംഗ്, അതല്ല ജെം സ്റ്റോൺ നിർമ്മിക്കുക, ആ ഇങ്ങനെയുള്ളത്. പിന്നെ ഇവൻ ചിലപ്പം ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സപ്പോസ് സ്റ്റിച്ചിങ്, തയ്യൽ, പിന്നെ ഹാസ്യ നടന്, ഭാഷാചിത്ര നിർമ്മാണം, മാന്ത്രികമായിട്ട് ചിലർക്ക് മാന്ത്രികം പഠിക്കാനുള്ള അങ്ങനെ ഇഷ്ടം കാണും. ബിസിനസ് പീപ്പിൾ നല്ല ടോപ്പ് ബിസിനസ് പീപ്പിൾ ഈ രേവതി നക്ഷത്രത്തിലുണ്ട്. പിന്നെ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഒരു സംഭവമാണ് മീഡിയ. ഇപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, വീഡിയോ എഡിറ്റിങ്, ഇങ്ങനെയുള്ള ജോബ്, കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ അത് ആദ്യം പറഞ്ഞ ബുധൻ, അതും ബുധനുമായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ എന്നാണ്. അപ്പോൾ ഇത് നല്ലൊരു സംഭവമാണ്. പിന്നെ ഇവർക്ക് ഏറ്റവും നല്ല നാളുകൾ എന്ന് പറഞ്ഞാൽ കൂട്ടാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നതും ഉള്ള നാളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭരണി, തിരുവോണം, കാർത്തിക, രോഹിണി, പൂയം, ഉത്രട്ടാതി. അത് വേണം ഒന്നുകൂടെ പറയാം. ഭരണി, തിരുവോണം, കാർത്തിക, രോഹിണി, പൂയം, ഉത്രട്ടാതി ഇവരെ ചേർത്ത് നിർത്തുന്നത് നല്ലതാണ്. അപ്പം ഇവര് പൊതുവേ എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കര ദേഷ്യക്കാരാണ്. ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂക്കിലിരിക്കുക. കാരണം ഇവരുടെ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് പിടിവാശി, ദേഷ്യം അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഇവർ പിന്നെ പച്ചരി, അവല് ഇതൊക്കെ ദാനം ചെയ്യുന്ന പൊതുവേ നന്നായിരിക്കും. ചെമ്പരത്തിപ്പൂവ് ഇവരുടെ ഒരു ഫ്ലവർ പറയുന്നത്. അപ്പം ഇവര് പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഷെയർ മാർക്കറ്റ് ഒരു കാരണവശാലും ഇവർ പോലെ ഷെയർ മാർക്കറ്റ് ഇവർക്ക് കൊള്ളില്ല, അബദ്ധം പറ്റും, ഉള്ള പൈസ പോയി കിട്ടും. ആരെങ്കിലും ഇങ്ങനെ രേവതി നക്ഷത്രത്തിലുണ്ടെന്ന് നോക്കിയോ, അത് ഒരു കാരണവശാലും പോലെ. പിന്നെ ഈ ഒരു സ്റ്റാർ എപ്പോഴും മൾട്ടി ടാലന്റഡ് ആണ്, ഒരുപാട് കഴിവുകളുണ്ട്. പിന്നെ ചില ആൾക്കാർ ഒരു ആത്മഹത്യാ പ്രവണത കാണിക്കുന്നവരുണ്ട്. അല്ല ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ചില വീട്ടിലുള്ളവരെ പേടിപ്പിക്കും. ഇപ്പം ഞാൻ കാണിച്ചു തരാം, ഇപ്പം ഞാനത് ചെയ്യും. ചില അങ്ങനെ പറഞ്ഞിട്ട് കയറൊക്കെ വേണം കെട്ടിട്ട് ചെയ്യുന്ന അബദ്ധം പറ്റി ആത്മഹത്യ ചെയ്തിട്ടുള്ള ആൾക്കാരുമുണ്ട്. അല്ല അതേമാതിരി ആത്മഹത്യ അഭിനയിച്ചിട്ട് അബദ്ധം പറ്റുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഇത് പിന്നെ ചില ആൾക്കാരോട് ഭയങ്കര ആത്മാർത്ഥത ചില ആൾക്കാരാണ് ഒട്ടും ആത്മാർത്ഥതയില്ല. പിന്നെ ഇവരുടെ ജീവിതത്തിൽ 2 പേരുണ്ടാകാൻ സാധ്യത, 2 റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ പൊതുവെ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ കൊച്ചിയിലല്ല ഒരു അടുത്ത ഏജ് കഴിഞ്ഞിട്ടായിരിക്കും, 100%ആണത്. അല്ലെന്നൊരു 2 മാരേജോ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട്. പിന്നെ അച്ഛൻ്റെ തലമുറയിൽ ദുർമരണം ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അല്ല ഫാമിലിയിൽ ഉറപ്പായിട്ട് ആ ഒരു ദുർമരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഈ ചില സ്റ്റാർട്ട് ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇത്ര നാളത്തെ അനുഭവം വെച്ചിട്ട് പല ആൾക്കാരെ അനലൈസ് ചെയ്തപ്പോൾ അത് കറക്റ്റാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ചെടി വളർത്താൻ, കൃഷിയോടും ചെടി വളർത്താനും ഒക്കെ ഉള്ള താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതേമാതിരി ഇവർ പാർട്ണർഷിപ്പ് ബിസിനസ്സിന് ഇവരത്ര നല്ലതല്ല, കൊള്ളുകയല്ല. പക്ഷെ തന്നെയായിട്ട് ഒരു ബിസിനസ് ചെയ്യുകയും ചെയ്യും. അപ്പം അതേമാതിരി അച്ഛനിൽ നിന്ന് പൊതുവെ ഇവർക്ക് ഒരു എന്താ പറയുക, ഒരു ഹെൽപ്പ് കുറവായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. ചില കാര്യത്തിൽ ഇവർക്ക് എവിടെ സംസാരിക്കണമെന്ന് അറിയത്തില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ അതേമാതിരി ഇംഗ്ലീഷ് മരുന്ന് ഇവർക്ക് ഇഷ്ടമല്ല. സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് നല്ല പൊസിഷനിൽ എത്തുന്നതാണ് 90% ആൾക്കാരും. അവർക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് കാശ് ഉണ്ടാക്കാനാണ് ഇഷ്ടം. പിന്നെ യമനുമായിട്ടുള്ള കണക്ഷനായിട്ടുള്ള ഒരു നാളാണ് രുദ്രാക്ഷവുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ കടൽ, തിമിംഗലം, അങ്ങനെ കുറേ ഇവരുടെ റേഡിയേഷനുണ്ട്. പിന്നെ ഇപ്പം തന്നെ അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന ഒരു ഇരുട്ടിനെ ഇഷ്ടമാണ്, ഇരുട്ടിൽ താമസിക്കുന്ന മാതിരിയുള്ള ഒരു. അതേമാതിരി ചിലപ്പോൾ ഇവരെ ക്ഷുദ്രജീവികൾ, ചിലപ്പോൾ പാമ്പോ തേളോ ഇങ്ങനെയുള്ളത് ചിലരെ കടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് കാവ്, ഇവർ ജനിച്ച സ്ഥലത്തിനടുത്ത് കാവോ അങ്ങനെയുള്ള എന്തെങ്കിലും കാണാനുള്ള സാധ്യതയുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവരുടെ ഈ കാവിൻ്റെ റേഡിയേഷൻ ഉള്ളത് കൊണ്ടാണ്. പിന്നെ മരത്തിൻ്റെ വേര് ചിലപ്പോൾ ഇങ്ങനെ കടിച്ചു പറിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. കുഴിനഖമുണ്ട് ചില ആൾക്കാർക്ക്. ഇവർ ചില ആൾക്കാരെ ഒരു ചീറ്റ് ചെയ്യാനുള്ള അവർക്കൊരു ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇത് ഇഷ്ടമല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സ്വഭാവമുണ്ട്. പിന്നെ ഒരു 90% ആൾക്കാരും ജനിച്ച സ്ഥലത്തുനിന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നു വരുന്നത്. പിന്നെ അനിയനെ പോലെ കണ്ട ഒരാൾ ഇവരുടെ ദുർമരണം, അല്ലെ അനിയനോ അതുമായിട്ട് കണ്ടതോ ഫാമിലിയിൽപ്പെട്ട ഒരാൾ
ദുർമരണം നടക്കും. അത് ഉറപ്പാണ്. പിന്നെ ഇതേമാതിരി പിന്നെ സ്ത്രീകൾ മുഖാന്തരം സ്ത്രീ ആയാലും പുരുഷനായാലും ഇവർക്ക് സ്ത്രീകൾ മുഖാന്തരം നാണക്കേട് പല എന്തെങ്കിലും ഒരു പേരുദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അടുത്ത് അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഇവര് ഇങ്ങോട്ടാരെങ്കിലും പണിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പണിഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത്. പിന്നെ വെളിച്ചപ്പാട്, ആത്മീയത, അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒരു ചില ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പശുവിന് ഒക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാൻ ഈ നാള് പൊതുവെ നല്ലതാണ്. ഇവർക്ക് മദ്യം കുടിക്കാൻ ഇഷ്ടമാണ്. സ്വപ്നം കാണും ഇടയ്ക്ക്. സംശയരോഗം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംശയരോഗമല്ല. ആൾക്കാരെ ചുമ്മാ തെറ്റിരിക്കുകയോ അവരത് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു തന്നെ തോന്നിയിട്ട് തന്നെ ആലോചിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അവർ തന്നെ തീരുമാനിക്കും. പിന്നെ കാത് കുത്താൻ ഇവർക്ക് ഇഷ്ടമാണ്. വിത്ത് വിതരണം ചെയ്യാൻ പറ്റിയ നാളാണ്. വിത്ത് വിതരണത്തിനുള്ള താല്പര്യം, അതേപോലെ ചെടി വളർത്തുന്നത്. പിന്നെ വയസ്സുകാലത്ത് ഇവർക്ക് മെഡിസിൻ കഴിക്കാനുള്ള യോഗമുണ്ട്. മെഡിസിൻ എന്ന് പറഞ്ഞപ്പോൾ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് നെർവ്, പിന്നെ വയറുമായിട്ടും പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവർക്കൊരു വലിയ വാഹനത്തിൽ പൊതുവെ യാത്ര ചെയ്യാനും അല്ലെന്നൂരിൽ എവിടെയെങ്കിലും ദൂരയാത്രത്ത് സഞ്ചരിക്കാനും ഒരു താല്പര്യമുള്ള സ്വഭാവക്കാരാണ് ഈ സ്റ്റാർ. അപ്പം ഇതൊക്കെയാണ് രേവതിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ കേട്ടിട്ട് ഇതേപ്പറ്റി കമൻറ്റ് ചെയ്യുക. അപ്പം നോക്കുക, ഇത് നല്ലതാണോ, നിങ്ങൾക്ക് ഇതുമായിട്ട് നിങ്ങൾക്ക് മാച്ചുണ്ടോ നോക്കുക. നിങ്ങൾ പിന്നെ നോക്കിയോ, സാധാരണ നിങ്ങൾ നോക്കിയോ യൂട്യൂബിൽ അടിച്ചു നോക്കിയോ പല വീഡിയോയും കാണാം. അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് രേവതിയെപ്പറ്റി പറയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കാനുണ്ടെന്നൊരിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ പലതും സ്പെഷ്യൽ സബ്ജക്റ്റാണ്. അസ്ട്രോ വാസ്തു എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജിൽ നിന്ന് നമുക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനും ഇവിടുത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ എക്യുപ്മെന്റ്, അല്ലെ സാറ്റലൈറ്റിന് സഹായം, അല്ല ജിയോജബ്ര പല സോഫ്റ്റ്വെയർ വെച്ച് നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാനും. റിവേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന മാതിരിയുള്ള ടെക്നോളജി യൂസ് ചെയ്തിട്ട് 5 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ മെഡിക്കൽ അസ്ട്രോളജി നമ്മുടെ ഒരു സബ്ജക്റ്റാണ്. മൊബൈൽ ന്യൂമറോളജി നമ്മുടെയൊക്കെ ഒരു സബ്ജക്റ്റാണ്. അപ്പം പിന്നെ നെയിം അലൈൻമെന്റ്, ബ്രാൻഡ് അലൈൻമെന്റ്, ബൃഹനാടി, നക്ഷത്രനാടി, KP അസ്ട്രോളജി, പഞ്ചപക്ഷി, അങ്ങനെ പ്രെഡിക്റ്റീവ് അസ്ട്രോളജി, ലാൽ കിതാബ്, ചന്ദ്രകലാനാടി, 150 വർഗചക്രങ്ങൾ വെച്ചിട്ട് ചെയ്യുന്നത്, ബൃഹനാടിയുടെ കാര്യം പറഞ്ഞു. അപ്പം ഇങ്ങനെ പല സബ്ജക്റ്റും വെസ്റ്റേൺ ഉൾപ്പെടെ കാര്യങ്ങളുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പഠിക്കാനെടുക്കാൻ താല്പര്യമുണ്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേമാതിരി കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നില്ല, അതിൽ ജസ്റ്റ് ഒരു വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാം. വിളിക്കാൻ ഒരു ടൈം കിട്ടും, ആ ഒരു സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് സംസാരിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.